ഇതുമായിട്ട് എന്താ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജിമ്മി? ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് ഇപ്പം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയത്തില്ല. ഇതിൻ്റെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നില്ല. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാലും ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പെണ്ണ് പോയി ആറ്റിപ്പോയി ചാടി മരിച്ചതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ ആറ്റിപ്പോയി ചാടി മരിക്കുന്ന ആ കടകളിൽ 3 ചെരുപ്പ് ഈ പെണ്ണ് പോകുന്നതിനും കുഞ്ഞുങ്ങളെ എടുത്തിട്ടോ എന്തിനു പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഈ പെണ്ണിൻ്റെ കൈ മുറിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഈ കൈ മുറിച്ചിട്ടാണ് പോയെങ്കിൽ ഈ കൊണ്ടുപോയ സ്കൂട്ടറിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ താഴെയോ അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ ഡ്രസ്സിലോ എവിടെയെങ്കിലും ഒരു തുള്ളി ചോരെങ്കിലും കണ്ടതാണ്. അല്ല ഈ പോയ വഴിക്കാണ്ട് ഈ പോണ വഴിക്ക് എതിരും വഴിയൊക്കെ വഴിയുണ്ട്. അവിടെയെല്ലാം CC ക്യാമറകളുണ്ട്. ഇതൊക്കെ പോലീസുകാർ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താണെങ്കിലും ഈ പെണ്ണ കടവിൽ ചെന്നെങ്കിൽ ഏതെങ്കിലും ഒരു CCTV ക്യാമറയ്ക്കകത്ത് കിട്ടാതിരിക്കത്തില്ലോ. അതിനെപ്പറ്റി എന്താണ് അന്വേഷണം നടക്കാത്തത് എന്നൊരു പോരായ്മയുണ്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ. എന്നാൽ ഇതിൻ്റെ ഒരു ഇത് കിട്ടുന്നിടം വരെ ഞങ്ങൾ ഇതിൻ്റെ ഒരു കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അവരതിൻ്റെ പ്രയോജനം നിൽക്കും. എന്ത് കാര്യം ഉണ്ടായാലും പ്രയോജനം നിൽക്കും. ഇതാണ് മെയിനായിട്ട് പറയുന്നത്. വീട്ടിൽ മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട്. ആ 100% ഉറപ്പല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇത് എന്തുകൊണ്ട് ഇവിടുത്തെ വേലക്കാരി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? വേലക്കാരിയെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പുള്ളിക്കാരിയെ കൊച്ചിനെ എൻ്റെ ഈ കൊച്ചിൻ്റെ കൂടെ പഠിച്ച മൂത്ത കൊച്ച്, ഈ മരിച്ച ജിസ്മോടെ മൂത്ത കൊച്ച് എൻ്റെ മോടോടെ പഠിച്ച അങ്കനവാടിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്തൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾക്ക് ആദ്യം ഓർത്തിട്ട് ഞാൻ ഈ മറ്റേ ജിമ്മിച്ചനെയൊക്കെ നമ്മളെ പുകഴ്ത്തി പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീടിനുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് അറിയാൻ മേലായിരുന്നു. അന്നേരം നമ്മൾ കൂടുതൽ ഞാനവർക്ക് നല്ലതെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്താൽ ശേഷം ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് മൊത്തം പ്രശ്നം നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആരെ ഇതിനകത്ത് തോൽപ്പിക്കാൻ വേണ്ടിയോ അല്ലെ ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സമൂഹത്തിനുണ്ടായ ഒരു പ്രശ്നത്തിന് ഇതിൻ്റെ നീതി എന്താണോ അത് കറക്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടി ഇരിക്കുന്നത്. അല്ല ആരെ കുറച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ അല്ല ദുഃഖിക്കാൻ വേണ്ടി അല്ലത് ചെയ്യുന്നത്. ഇത് ഉണ്ടായത് എന്താണെന്ന് തെളിയിക്കപ്പെടണം. അത് സത്യസന്ധമായ രീതിയിൽ ഈ പെണ്ണ് എങ്ങനെ അവിടെ ചെന്നു അല്ലാതെ മരിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണം. അത് ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ, കൊലപാതകമാണെങ്കിൽ കൊലപാതകം. ഇതിന് ഒരു നീതി ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് മൊത്തം. അതിന് നേരത്തെ മുതൽ അറിയാവുന്ന ആരെ നമ്മൾ കൂടുതലും കാറ്റാസ് വെച്ച് കാണുന്നത്. വീട്ടിൽ വെച്ച് അങ്ങനെ കാണുന്ന സ്വഭാവമൊന്നുമില്ല. പിന്നെ ജിമ്മിയുടെ ഡ്രൈവർമാർ വരെ പറഞ്ഞെങ്കിൽ 1 മിനിറ്റ് വണ്ടി ഇറങ്ങാനായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം, നാൾ കാണുന്നതും അല്ലെന്നൊക്കെ ഈ സംഭവത്തിന് ശേഷമാണ് പലരും നമ്മളോട് പറയുന്നത്. ചേട്ടാ ഇന്ന പോലെ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഒരു സെക്കൻഡ് എങ്ങാനും സ്റ്റാൻഡിൽ വണ്ടി ഇറങ്ങാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമായിരുന്നു. ഇവരൊക്കെ വിളിച്ച് നമ്മളെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ പലരിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതിന് മുമ്പും ഞാൻ പറഞ്ഞേ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജിമ്മി പാവമാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. ഇപ്പം പാവമാണോ എന്താണ് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിച്ച് തെളിയിക്കുമല്ലോ. പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണം തെളിയിക്കാൻ പറ്റും. എങ്ങനെ സംഭവിച്ചാൽ എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് ഈ വേലക്കാരി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഈ കൊച്ചു മരിച്ചു കണ്ടുപോലും കാണാൻ പോലും വന്നില്ല. അവരെ എടുത്തു നടന്ന ആൾ എന്തായാലും ബാക്കിയുള്ള എല്ലാ ഈ നാട്ടിൽ ഞാനൊക്കെ പോയിട്ട് ആ കൊച്ചിട്ട് ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞ അവരുടെ മാനസിക വിഷമം കൊണ്ടാണ് കാണാൻ പറ്റുന്നത്. അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ വേറെ പലതും പറയുന്നു. അവരന്ന് വേറെ സ്ഥലത്തൊക്കെ പോയിരിക്കുകയായിരുന്നു, തിരിച്ചു വന്നു, ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പറയുമ്പോൾ ഒരു വാസ്തവം വേണമല്ലോ. ഇപ്പോൾ ഈ കാര്യങ്ങളിനകത്തൊക്കെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. ആരൊക്കെ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ആൾക്കാരല്ല, ഈ ഞങ്ങൾ മെഡിക്കോളും കാരിത്താസിലും എല്ലാം പോയ ആൾക്കാരെ ഇവിടെ ഉള്ളിൽ മിക്കവാറും ആൾക്കാർ എല്ലാവരും സങ്കടത്തിൻ്റെ പുറത്ത് പോയതാണ്. ഞാൻ പറഞ്ഞേ എൻ്റെ ഈ കൊച്ചിനൂടെ പഠിച്ച അംഗനവാടി പഠിച്ച അപ്പം പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നായിരിക്കും നേരത്തെയൊക്കെ. നമ്മൾ വലിയ വലിയ വീടുകളകത്ത് നടക്കൊന്നും അറിയാൻ പറ്റുന്നില്ലോ. ഈ വേലക്കാരി കണ്ടിട്ടുണ്ടോ ചോദിക്കാനായിട്ട്? വേലക്കാരി ഇവിടെ SNDP അപ്പുറയാണ്. നമ്മളത് പല ആൾക്കാരെയും വിട്ട് അന്വേഷിക്കാൻ ശ്രമിച്ചാലും ആളെ കാണുന്നില്ല. ജിമ്മിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയ്യപ്പനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തുടർന്ന് നിങ്ങളുടെ എന്താണ് പരിപാടി? നിങ്ങളുടെ അങ്ങനെ അറസ്റ്റ് നടക്കാൻ കാരണം നിങ്ങളുടെ ഇവിടുത്തെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം 7 ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കുമ്പോൾ ഈ കേസിനെ കുറിച്ച് അറിയത്തില്ല. ആത്മഹത്യ ഇതിപ്പം നമ്മൾ പറഞ്ഞില്ല, ഇതിനകത്ത് ശരിക്കും എല്ലാ ആൾക്കാരും റിവൈൻഡ് അടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ പെണ്ണ് കൈയും മുറിച്ചിത്രവും ബ്ലഡും ഒക്കെ ഒഴുകിയ ഒരാളെ എങ്ങനെയാണ് കടയിൽ വരെ വണ്ടി ഓടിച്ചത്? ഈ പറഞ്ഞ 3 കിലോമീറ്റർ ഒന്നും അല്ല ഇവിടെ വരെയുള്ള ദൂരം. ഇവിടുന്ന് ഏകദേശം 6 വരത്തിനുണ്ട്, 3-3.5 കിലോമീറ്റർ. 6 പട്ടണം പോലെയുണ്ട്. പിന്നെ അവിടെ ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ കടവിൽ ചെല്ലണമെങ്കിൽ. അത് തന്നെയല്ല, ഈ നീറിക്കാട്ട് വർഷങ്ങളായിട്ട് ജനിച്ചു വരുന്ന ഒരുമാതിരിപ്പെട്ട ആർക്കും തന്നെ ആ കടവിനെ കുറിച്ച് അറിയത്തില്ല. ഇങ്ങനൊരു കടവുണ്ടെന്ന് ഇവിടെയുള്ള പല ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ അമ്മ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്കറിയാം ഇന്നപോലെ കടവുണ്ടെന്നും കാര്യങ്ങളുണ്ടെന്നും. നമ്മൾ ആൾക്കാരെ എത്ര കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ഇന്നപോലെ ഇറങ്ങാൻ പറ്റുള്ളൂ. കാര്യങ്ങളൊക്കെ ഇതിനെന്തിനാ ഈ കട വരെ പോകണം? ജിസ്മോൾക്ക് കടാൻ ഇവിടെ ഇവിടെ എന്തെല്ലാം സൗകര്യം, ഇത്രയും പാടില്ലായിരുന്നു കട. എന്തുമാത്രം സ്ഥലങ്ങളുണ്ട് ആരും അറിയാത്ത എത്രയോ കടകളുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ അതിനകത്ത് മെയിനായിട്ട് കാര്യം പറയേണ്ട സംഭവം, ഒരു ബോഡിയും വെള്ളത്തിൽ പോയി മുങ്ങി മരിച്ച് അന്നേരം പൊങ്ങുന്ന അതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഇതുവരെ കേട്ടില്ല. സാധാരണ നമ്മൾ പണ്ടത്തെ സിനിമ ഉണ്ട്, മൂന്നാം പൊക്കെ ബോഡിയൊക്കെ പൊങ്ങാറുള്ളൂ. പിന്നെ ഇതെങ്ങനെ പൊങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ ആരെ ഇതിനു വേണ്ടി ഒന്നിനു വേണ്ടിയല്ല പറയുന്നത്. എന്താണോ സംഭവിച്ചെങ്കിൽ സത്യസന്ധമായ കാര്യം അറിയണം. ഇതിനകത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം. അത് ഇവിടെ ജനങ്ങളുടെ ഒരു ആഗ്രഹം. വീട്ടമ്മ നിലയിൽ എന്താ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? എനിക്ക് കുഞ്ഞുങ്ങളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞിനെ അംഗൻവാടി കൊണ്ടുവരുന്നതുമൊക്കെ. അപ്പോൾ അന്ന് തൊട്ടേ നമുക്ക് മാനസികമായിട്ട് ഈ ദിവസം വരെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. ആ കുഞ്ഞുങ്ങളുടെ മുഖം ഓർമ്മ വരും. എന്നും ജിസ്മോയുടെ കാര്യമാണ് വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന്
പിടിക്കപ്പെടണമെന്നുള്ളതാണ്. കൊലപാതകം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊന്നും അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊലയാളികൾക്ക് നീതി കിട്ടണം ജിസ്മോൾക്ക്. ജിസ്മോളുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു? ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് അംഗൻവാടി കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ മാത്രം. അല്ലാതെ നമുക്ക് ഒരു വിഷമം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? മുഖത്ത് ഒരു വിഷമം പോലെയാണ്. ഒരു അഡ്വക്കറ്റെന്ന് മുഖത്ത് ശരിക്കും പറയുകയില്ല അതിനെ കണ്ടു കഴിഞ്ഞാൽ. ആ ഒരു രീതിയിലായിരുന്നു അത് അംഗൻവാടിയിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. അവൾക്ക് ജീവിക്കാൻ ഒരു അവകാശം ഇല്ലായിരുന്നു? തീർച്ചയായിട്ടും. അപ്പം ജിസ്മോൾ അങ്ങനെ ചെയ്യുമെന്നും തോന്നുന്നില്ല. എല്ലാം നമുക്ക് കേട്ടറിഞ്ഞിടത്തോളം ജിസ്മോൾ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കൂട്ടുകാരിയായിരുന്നോ? ഫ്രണ്ടായിരുന്നോ? സ്നേഹക്കുട്ടി കൂട്ടുകാരിയായിരുന്നോ? നിങ്ങൾ ഒന്നിച്ച് കളിക്കുമായിരുന്നോ? കളിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അവളുടെ പേരെന്താ? കൂട്ടുകാരുടെ പേരെന്താ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.